നമസ്കാരം. ഫിംഗർ പ്രിന്റിലേക്ക് സ്വാഗതം. കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളുടെ ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക്. അവിഹിത ബന്ധം കൈയോടെ പൊക്കിയ ഭർത്താവിനെ വകവരുത്തി ഭാര്യ. FBയിലൂടെ പ്രണയ തട്ടിപ്പ്. വയോധികനായ 80 വയസ്സുകാരനാണ് ചതിവിൽപ്പെട്ടത്. ദുബൈയിൽ വൻ പണത്തട്ടിപ്പ്. ട്രാഫിക് പിഴ 50 മുതൽ 70% ഇളവ് ലഭിക്കുമെന്ന് വ്യാജ പരസ്യം നൽകിയാണ് തട്ടിപ്പുകാർ തട്ടിപ്പ് നടത്തിയത്. കോഴിക്കോട് ചേവായൂരിൽ സഹോദരിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. അവിഹിത ബന്ധം കൈയോടെ പൊക്കിയ ഭർത്താവിനെ വകവരുത്തി ഭാര്യ. കാമുകന്റെ സഹായത്തോടു കൂടിയാണ് ഭർത്താവിനെ വകവരുത്തിയത്. അവിഹിത ബന്ധം പിടികൂടി മർദ്ദിക്കുകയും താക്കീത് ചെയ്യുകയും ചെയ്ത ഭർത്താവിനെ കാമുകനൊപ്പം ചേർന്ന് കൊലപ്പെടുത്തി ഭാര്യ. ഷാനവാസ് എന്ന 28-കാരനാണ് കഴുത്തിൽ കത്തി കുത്തിയിറക്കി പ്രതികൾ കൊലപ്പെടുത്തിയത്. കേസിൽ ഷാനവാസിന്റെ ഭാര്യ മൈഫാരിൻ, കാമുകൻ തസവൂർ, ഇയാളുടെ സുഹൃത്ത് ഷോയിബ് എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. UPയിലെ ഷംലി സ്വദേശിയാണ് കൊല്ലപ്പെട്ട ഷാനവാസ്. രഹസ്യ കോഡുകൾ ഉപയോഗിച്ചാണ് മൈഫാരിനും തസവൂറും കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നും പോലീസ് പറഞ്ഞു. UPയിലെ കൈരാനയിൽ നിന്ന് വാങ്ങിയ 1.25 ലക്ഷം രൂപയുടെ മാലയുമായി ഷാനവാസും മൈഫാരിനും ബൈക്കിൽ ഷാംലിയിലെ ഇസാപൂർ ഗുർഖാൻ ഗ്രാമത്തിലേക്ക് പോകുന്നതിനിടെയായിരുന്നു കൊലപാതകം. വാഹനം തടഞ്ഞു നിർത്തി ഷാനവാസിനെ ചില അക്രമികൾ കത്തി ഉപയോഗിച്ച് കഴുത്തിൽ കുത്തിയ ശേഷം ബൈക്കും മാലയുമായി രക്ഷപ്പെട്ടു എന്നായിരുന്നു മൈഫാരിൻ ആദ്യം പോലീസിന് നൽകിയ മൊഴി. വീട്ടിൽ നിന്ന് ഷാനവാസും മൈഫാരിനും ഒരുമിച്ചാണ് ഇറങ്ങിയത്. അപ്പോൾ തന്നെ കാമുകനെ വിളിച്ച് ഒരു കോഡ് വഴി ഷാനവാസുമായി നിൽക്കുന്ന ലൊക്കേഷൻ അറിയിച്ചുവെന്ന് പോലീസ് പിന്നീട് കണ്ടെത്തി. 3 ദിവസം മുമ്പ് കാമുകനുമായി ഫോണിൽ സംസാരിക്കുന്നത് ഷാനവാസ് പിടികൂടിയിരുന്നു. വഴക്കിനെ തുടർന്ന് ഷാനവാസ് മൈഫാരിനെ മർദ്ദിച്ചുവെന്നും സംഭവത്തെക്കുറിച്ച് തസവൂറിനെ ഉടൻ തന്നെ ഫോണിലൂടെ മൈഫാരിൻ അറിയിച്ചതായും ഇവർ തന്നെ പോലീസിനോട് സമ്മതിച്ചു. ഭർത്താവിന്റെ മരണശേഷം മൈഫാരിൻ ആശുപത്രിയിൽ പലതവണ തലതല്ലി കരയുകയും ബോധരഹിതയായി അഭിനയിക്കുകയും ചെയ്തു. യുവതിയുടെ പെരുമാറ്റത്തിൽ അപ്പോൾ തന്നെ പോലീസിന് ചില സംശയങ്ങൾ തോന്നിയിരുന്നു. ആക്രമണത്തെക്കുറിച്ച് മൊഴി നൽകാനും യുവതി ആദ്യം തയ്യാറായിരുന്നില്ല. ഒടുവിൽ പോലീസ് ചോദ്യം ചെയ്തതിന് പിന്നാലെയാണ് ഇഷ്ടികച്ചൂളയിലെ ജീവനക്കാരനായ തസവൂറുമായി 6 മാസമായി പ്രണയത്തിലായിരുന്നുവെന്ന് ഇവർ വെളിപ്പെടുത്തിയത്. ഫോൺ രേഖകളും കുറ്റം തെളിയിക്കുന്നതിൽ നിർണായകമായി. ന്യൂസ് ഡെസ്ക്, വിസ്മയ ന്യൂസ്. FBയിലൂടെ പ്രണയ തട്ടിപ്പ്. വയോധികനായ 80 വയസ്സുകാരനാണ് ചതിവിൽപ്പെട്ടത്. 2013 മുതൽ 2025 വരെയുള്ള കാലഘട്ടത്തിലാണ് 3 യുവതികളുടെ പേരിൽ 9 കോടി രൂപ വയോധികന് നഷ്ടമായത്. മാനസിക ആഘാതത്തിൽപ്പെട്ട വയോധികൻ ഇപ്പോൾ ചികിത്സയിലാണ്. ഫേസ്ബുക്കിൽ പരിചയപ്പെട്ട സ്ത്രീയുമായി പ്രണയത്തിലായ 80-കാരന് നഷ്ടമായത് 9 കോടി രൂപ. മുംബൈ സ്വദേശിയായ ഇദ്ദേഹത്തിൽ നിന്ന് 734 തവണകളിലായി പണം തട്ടിയെടുത്തതിന് പിന്നിൽ ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങളാണെന്ന് പോലീസ് പറയുന്നു. സംഭവത്തിൽ സൈബർ പോലീസ് അന്വേഷണം തുടങ്ങി. തന്റെ മുഴുവൻ സമ്പാദ്യവും നഷ്ടപ്പെട്ട ദുരവസ്ഥയിലാണ് 80-കാരൻ. ഏപ്രിൽ 2013-നും ജനുവരി 2025-നും ഇടയിലാണ് 734 ഇടപാടുകളും നടന്നത്. കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം തീർന്നപ്പോൾ മരുമകളെയും മകന്റെയും കയ്യിൽ നിന്ന് പണം കടമായി വാങ്ങിയതോടെ മകന് തോന്നിയ സംശയമാണ് സംഭവം പോലീസിന്റെ ശ്രദ്ധയിലേക്ക് എത്തിച്ചത്. താൻ വലിയ തട്ടിപ്പിന് ഇരയായെന്ന യാഥാർത്ഥ്യമറിഞ്ഞ വൃദ്ധൻ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഷർവി എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്നാണ് സംഭവങ്ങളുടെ തുടക്കം. വയോധികൻ ഷർവിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചെങ്കിലും ഇത് സ്വീകരിക്കപ്പെട്ടില്ല. പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം ഷർവി വയോധികന് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു. ഇവർ തമ്മിൽ മെസഞ്ചറിൽ തുടങ്ങിയ സംസാരം വാട്സപ്പിലേക്ക് നീണ്ടു. താനൊരു വിവാഹമോചിതയാണെന്നും 2 മക്കളുടെ അമ്മയാണെന്നും പറഞ്ഞ ഷർവി ദുരിത ജീവിതത്തിന്റെ കഥ പറഞ്ഞു തുടങ്ങിയതോടെ വയോധികന്റെ മനസ്സുരുകി. കുട്ടികളുടെ രോഗം ചികിത്സിക്കാനെന്ന് പറഞ്ഞ പലതവണയായി ഷർവി വയോധികനിൽ നിന്ന് പണം വാങ്ങി. ഓരോ തവണയും പണത്തിനായി ഓരോ കാരണം പറഞ്ഞെങ്കിലും ലവലേശം സംശയിക്കാതെ വൃദ്ധൻ പണം അയച്ചു കൊടുത്തു. കവിത എന്ന പേരിൽ ഷർവിയുടെ സുഹൃത്തെന്ന് പരിചയപ്പെടുത്തി മറ്റൊരു നമ്പറിൽ നിന്ന് വയോധികന് സന്ദേശങ്ങൾ ലഭിച്ചു. അശ്ലീല ദൃശ്യങ്ങൾ ഉൾപ്പെട്ട ഈ ചാറ്റിന് പിന്നാലെ രോഗബാധയുള്ള കുഞ്ഞിന്റെ ചികിത്സയ്ക്കായി പണം വേണമെന്ന് ആവശ്യമുയർന്നു. ഷർവിയെ പോലെ കവിതയ്ക്കും വയോധികൻ പണം നൽകി. ഷർവിയുടെ സഹോദരി എന്ന് പരിചയപ്പെടുത്തി രംഗപ്രവേശം ചെയ്ത ദിനസായിരുന്നു പിന്നീട് വന്ന കഥാപാത്രം. ഷർവി മരിച്ചുപോയെന്നും ആശുപത്രി ചെലവിന് പണമില്ലെന്നും പറഞ്ഞാണ് വയോധികനോട് ഈ പെൺകുട്ടി ധനാഭ്യർത്ഥന നടത്തിയത്. വ്യാജ വാട്സ്ആപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ട് കണ്ട് സത്യമാണെന്ന് വിശ്വസിച്ച വൃദ്ധൻ പണം നൽകി. പണം തിരികെ നൽകണമെന്ന് ദിനസിനോട് ആവശ്യപ്പെട്ടപ്പോൾ താൻ ആത്മഹത്യ ചെയ്യുമെന്നായിരുന്നു വയോധികന് ലഭിച്ച മറുപടി. ഇക്കാലയളവിൽ 734 തവണകളായി 9 കോടിയോളം രൂപ തട്ടിപ്പ് സംഘത്തിന് വയോധികൻ അയച്ചു കൊടുത്തു. ഇതോടെ ഇദ്ദേഹത്തിന്റെ സമ്പാദ്യം കാലിയായി. പിന്നെയും പണം ആവശ്യപ്പെട്ട സന്ദേശം ലഭിച്ചതോടെ മരുമകളോട് 2 ലക്ഷവും മകനോട് 5 ലക്ഷവും ഇദ്ദേഹം വായ്പ
വായ്പയായി വാങ്ങി. സംശയം തോന്നിയ മകൻ അച്ഛനോട് വിവരങ്ങൾ ചോദിച്ചതോടെയാണ് സംഭവം പുറത്തായത്. പറ്റിക്കപ്പെട്ടെന്ന് അറിഞ്ഞതോടെ അവശനായ വൃദ്ധനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇദ്ദേഹം ഡിമെൻഷ്യ ബാധിതനാണെന്ന് ആശുപത്രിയിൽ നിന്നും വ്യക്തമാക്കി. ഓഗസ്റ്റ് 6-ന് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. സംഭവത്തിൽ അന്വേഷണം തുടങ്ങി. വയോധികൻ പണമയച്ച അക്കൗണ്ട് നമ്പറുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. 4 സ്ത്രീകളുടെ പേരുകളാണ് പോലീസിന് ലഭിച്ചതെങ്കിലും എല്ലാം ഒരാളായിരിക്കുമെന്ന നിഗമനത്തിലാണ് മുംബൈ പോലീസ്. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. ദുബൈയിൽ വൻ പണത്തട്ടിപ്പ്. ട്രാഫിക് പിഴ 50 മുതൽ 70% ഇളവ് ലഭിക്കുമെന്ന് വ്യാജ പരസ്യം നൽകിയാണ് തട്ടിപ്പുകാർ തട്ടിപ്പ് നടത്തിയത്. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ട പോലീസ് തട്ടിപ്പ് സംഘത്തെ അറസ്റ്റ് ചെയ്തു. ദുബായിൽ ട്രാഫിക് പിഴകൾക്ക് 50 മുതൽ 70% വരെ ഇളവ് ലഭിക്കുമെന്ന് സാമൂഹിക മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചാരണം നടത്തിയ സംഘത്തെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തു. ദുബായ് പോലീസിന്റെ പേരും ചിഹ്നങ്ങളും ഉപയോഗിച്ചായിരുന്നു തട്ടിപ്പ്. അനൌദ്യോഗിക വഴികളിലൂടെ പിഴ കുറച്ചു തരാമെന്നാണ് പ്രതികൾ പറഞ്ഞിരുന്നത്. മോഷ്ടിച്ച ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചാണ് പ്രതികൾ പിഴ ഇളവ് നൽകുന്നത്. ട്രാഫിക് പിഴയുള്ളവർ ബന്ധപ്പെടുമ്പോൾ മോഷ്ടിച്ച ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് മുഴുവൻ പിഴയും പ്രതികൾ അടയ്ക്കും. ശേഷം ട്രാഫിക് ഫൈൻ ഉള്ളവരിൽ നിന്നും പകുതി പണം ഈടാക്കും. മുഴുവൻ പണവും അടച്ചതിനാൽ ട്രാഫിക് ഫൈനിൽ നിന്ന് ഫൈൻ അപ്രത്യക്ഷമാകുന്നതോടെ പ്രതികളുടെ വിശ്വാസ്യത വർദ്ധിക്കും. തെറ്റായ പ്രചരണം മാത്രമല്ല, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ ചോർത്തി സാമ്പത്തിക തട്ടിപ്പുമാണ് പ്രതികൾ നടത്തിയത്. ഇവരുമായി ചേർന്ന് ഇടപാട് നടത്തുന്നവരെ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ കൂട്ടുപ്രതികളാക്കുമെന്ന് ദുബായ് പോലീസ് അറിയിച്ചു. ഇവരുടെ സഹായത്തോടെ ട്രാഫിക് ഫൈൻ അടയ്ക്കുന്നവർ അതേ കുറ്റത്തിൽ പങ്കാളികളാകുമെന്നും പോലീസ് ഓർമ്മിപ്പിച്ചു. സർക്കാരിന്റെ ഔദ്യോഗിക മാധ്യമത്തിലൂടെ അല്ലാതെയുള്ള ഇത്തരം ഇളവുകൾ സ്വീകരിക്കരുതെന്നും പോലീസ് നിർദ്ദേശിച്ചു. ഇത്തരം കുറ്റകൃത്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ദുബായ് പോലീസിന്റെ ആപ്ലിക്കേഷനായ പോലീസ് ഐ വഴിയോ 901 നമ്പറിലൂടെയോ വിവരം അറിയിക്കണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. കോഴിക്കോട് ചേവായൂരിൽ സഹോദരിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കോഴിക്കോട് ചേവായൂരിനടുത്ത് തടമ്പാട് താഴത്ത് 2 സഹോദരിമാരെ മരിച്ച നിലയിൽ കണ്ടെത്തി. തടമ്പാട് താഴത്ത് സ്വദേശി ശ്രീജ, പുഷ്പ എന്നിവരെയാണ് വാടക വീട്ടിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണവിവരം ബന്ധുക്കളെ അറിയിച്ച ഇളയ സഹോദരനെ കാണാനില്ലെന്നാണ് പോലീസ് പറയുന്നത്. 2 സഹോദരിമാരും സഹോദരനുമാണ് ഇവിടെ താമസിച്ചിരുന്നത്. 3 വർഷത്തോളമായി വാടകയ്ക്ക് താമസിച്ചു വരികയാണ് ഇവർ. ഇവരുടെ തറവാട് വീട് മുഴിക്കലിലാണ്. ഇളയ സഹോദരനാണ് ബന്ധുവിനെ വിളിച്ച് സഹോദരി ശ്രീജയെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്ന് അറിയിക്കുന്നത്. പുലർച്ചെ 5 മണിയോടെയായിരുന്നു സംഭവം. തുടർന്ന് ബന്ധു വീട്ടിൽ വന്ന് നോക്കിയപ്പോഴാണ് 2 സഹോദരിമാരെയും 2 മുറികളിലായി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതേസമയം സഹോദരൻ പ്രമോദിനെ കണ്ടെത്താനുമായില്ല. മൃതദേഹം പുതപ്പിച്ച നിലയിലായിരുന്നു. 67ഉം 71ഉം വയസ്സുള്ള സഹോദരിമാരാണ് മരിച്ചത്. ഇവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി പോലീസ് പറയുന്നു. പ്രമോദിന്റെ ടവർ ലൊക്കേഷൻ വെച്ച് അന്വേഷിച്ചപ്പോൾ ഫറോക്കിലാണ് അവസാനമായി ഫോൺ ഉപയോഗിച്ചതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ലോട്ടറി കച്ചവടം നടത്തുന്നയാളാണ് പ്രമോദ്. ഇയാൾക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് തന്നെയാണ് നാട്ടുകാരുടെ സംശയം. സഹോദരൻ പ്രമോദിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ വ്യക്തമായ വിവരങ്ങൾ ലഭിക്കുമെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. ഫിംഗർ പ്രിന്റ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.